തുടങ്ങുന്നത് രാത്രി സമയം ഒരു കാറ് വരുന്നതും കാറിൽ നിന്ന് മാസ്ക് ഒക്കെ ധരിച്ച 4 പേർ വെളിയിൽ അവരുടെ ബാഗുമായി ഇറങ്ങി റോഡിലൂടെ നടക്കുന്നതും കാണിച്ചുകൊണ്ടാണ്. ആരപ്പ ഈ രാത്രിയിൽ ഇങ്ങനെ എൻട്രി കൊടുക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. ഇതേ സമയം നമ്മുടെ കഥാനായികയായ ജിയൂൺ ഒരു ഷോപ്പിലേക്ക് ചെന്ന് പാഡ് വാങ്ങുന്നു. അവൾ അങ്ങനെ വാങ്ങി ബില്ലടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം ഒരു കള്ളുകൂടിയൻ ആ ഷോപ്പിൽ ഇവളുടെ അടുത്തായി വന്നു നിൽക്കുന്നു. ഇവൾക്ക് ആ സമയത്ത് വല്ലാത്ത ഡിസ്റ്റർബൻസ് പോലെ തോന്നുന്നു. മുഖമൊക്കെ ചുവന്ന് തുടുക്കുന്നു. കടക്കാരൻ ഇതെന്ത് പറ്റിയെന്ന് തിരക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാന്ന് അവൾ വെപ്രാളത്തിൽ പറയുന്നു. എനിക്ക് തിരിച്ചു തരാൻ ചേഞ്ചില്ല, അതുകൊണ്ട് ഒരു പാക്കറ്റ് പാഡും കൂടി എടുത്തു എന്ന് കടക്കാരൻ പറയുമ്പോൾ ഇവൾക്ക് വല്ലാത്ത ഒരു നാണക്കേടോ ചമ്മലോ ഒക്കെ എന്തൊക്കെയോ പോലെ തോന്നി. കൂടാതെ ആ ഒരു ആളിന്റെ അടുത്ത് നിൽക്കാൻ താല്പര്യപ്പെടാതെ എനിക്ക് പാഡൊന്നും വേണ്ട, ഇത്തവണത്തെ ലാസ്റ്റ് ഡേ ആണ്, അതുകൊണ്ട് ഇത് തന്നെ കൂടുതലാന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവൾ വീട്ടിലേക്ക് നടക്കുന്ന സമയം അവളുടെ പിറകിലായി മുന്നേ നമ്മൾ കണ്ട ആ 4 അജ്ഞാതർ നടന്നു വരുന്നുണ്ടായിരുന്നു. ഇവൾക്ക് വല്ലാത്ത പേടിയാവുന്നു. ആ ഒരു ഇരുട്ട് നിറഞ്ഞ അന്തരീക്ഷം, ആരെന്ന് പോലും അറിയാത്ത 4 പേര്, മറ്റൊരു ഈച്ചയും പൂച്ചയും പോലും റോഡിലില്ല. അങ്ങനെ പേടിച്ച് അവൾ നടക്കുമ്പോൾ തറയിൽ കിടന്ന പഴത്തൊലി കണ്ടില്ല. പഴത്തൊലിയിൽ ചവിട്ടി തെന്നി അവളുടെ കയ്യിലെ പാഡ് നേരെ തെറിച്ച് പിറകിലായി നടന്നു വന്നിരുന്ന അവരുടെ മുന്നിലായി വീഴുന്നു. അവരാണെങ്കിൽ അതെടുത്ത് അവളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കാനായി വരുമ്പോഴേക്കും അവൾ പേടിച്ച് ഒരൊറ്റ ഓട്ടം അത് വാങ്ങാതെ വീട്ടിലെത്തി ബെഡിൽ കയറി കിടന്നിട്ടാണ് അവൾക്ക് ശ്വാസം നേരെ വീഴുന്നത്. അന്ന് രാത്രി കിടന്നുറങ്ങുന്ന സമയം ജിയൂൺ അവളെ കുറെ പയ്യന്മാര് പ്രപ്പോസ് ചെയ്യുന്നതാണ് കാണുന്നത്. സ്വപ്നത്തിൽ അവൾ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു പയ്യനെ പോലും അടുത്ത് നിന്ന് ഫേസ് ചെയ്യാനുള്ള ധൈര്യം അവൾക്ക് ഇപ്പോൾ ഇല്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, കുറച്ചു നാൾ മുന്നേ അവൾക്ക് നേരിടേണ്ടി വന്ന ഒരു റിജക്ഷൻ ആണ്. അന്ന് അവൾ ഒരു പയ്യനെ പ്രപ്പോസ് ചെയ്യാനായി അവനുള്ള ഗിഫ്റ്റ് വാങ്ങി പോയതാണ്. പക്ഷെ അവനാണെങ്കിൽ നിന്നെ രാവിലെ കണി കണ്ടാൽ പോലും അന്നത്തെ ദിവസം ഗതി പിടിക്കില്ല. അങ്ങനെയുള്ളപ്പോ നിന്നെ എനിക്ക് എങ്ങനെ എന്റെ ഗേൾ ഫ്രണ്ട് ആക്കാൻ പറ്റും, കണ്ടേച്ചാലും മതിയല്ലോ എന്നൊക്കെ ഇവളെ കളിയാക്കുന്നു. ഇവൾക്ക് സങ്കടവും ദേഷ്യം കൊണ്ട് മുഖം ചുവന്ന് തുടുക്കുന്നു. അന്ന് കിട്ടിയ ഷോക്കാണ്. അതിനുശേഷം ഇവൾക്ക് നേരിട്ട് ഒരു ബോയെ അപ്രോച്ച് ചെയ്യാൻ വളരെ പേടിയാണ്. ഇപ്പോൾ 23 വയസ്സായിട്ട് ജിയൂന് ഒരു ബോയ് ഫ്രണ്ട് പോലുമില്ല. അങ്ങനെ ജിയൂനെ രാവിലെ അവളുടെ അമ്മ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുന്നു. അടുത്ത വീട്ടിലേക്ക് പുതിയ താമസക്കാർ വരുന്നുണ്ട്, അതുകൊണ്ട് അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് സഹായിക്കണമെന്ന് അമ്മ പറയുമ്പോൾ അവൾ അതിൽ വലിയ താല്പര്യം കാണിക്കാതെ TV കാണാനായി പോകുന്നു. TVയിൽ എക്സോ എന്ന K-pop ബോയ് ബാൻഡിന്റെ പ്രോഗ്രാമാണ് അവൾ കാണുന്നത്. അവൾക്ക് വലിയ ഇഷ്ടമാണ് ഈ എക്സോയെ. അപ്പോഴേക്കും അമ്മ വീണ്ടും എടി നിന്നോടല്ല പറഞ്ഞ് വേഗം അപ്പുറത്തെ വീട്ടിലേക്ക് പോവാൻ, TV കണ്ടതൊക്കെ മതിയെന്ന് പറഞ്ഞ് അമ്മ അവളെ ഓടിച്ചു വിടുന്നു. അങ്ങനെ അവൾ അപ്പുറത്തെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. പക്ഷെ നല്ല സ്വീറ്റ്സ് അവിടെ ഇരിക്കുന്നത് കണ്ട് അതെടുത്ത് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് 4 ചുള്ളം പയ്യന്മാര് വരുന്നത്. ആരാ നീ എന്ന് അവന്മാര് ചോദിക്കുമ്പോൾ ഇവള് കഴിച്ചോണ്ടിരുന്ന സ്വീറ്റ്സ് തൊണ്ടയിൽ കുടുങ്ങിയിരിക്കുന്നത് കൊണ്ട് വെള്ളം കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഈ പയ്യന്മാരെ ഇങ്ങനെ കണ്ടപ്പോ അവളുടെ മുഖമൊക്കെ ചുവന്ന് അറിയാതെ അവൾ ആ വെള്ളം തുപ്പുന്നു. ആ സമയം നമ്മുടെ കഥാനായകനായ ചാന്യൂളിന്റെ മുഖത്തേക്ക് അറിയാതെ ജീവൻ അവളുടെ വായിലുണ്ടായിരുന്ന വെള്ളം തുപ്പാണ്. ആ സമയം ചാന്യൂളിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു 3 പയ്യന്മാർ പൊട്ടിച്ചിരിക്കുന്നു. ഇപ്പോഴാണ് ജീവൻ തിരിച്ചറിയുന്നത് അവളുടെ മുന്നിൽ നിൽക്കുന്നത് അവളുടെ ഫേവറേറ്റ് ആയ എക്സോ മെമ്പേഴ്സ് ആണെന്ന്. ഇതുവരെ TVയിലൂടെ ഇവരുടെ ശബ്ദമാണ് ഇവൾ അടുത്തറിഞ്ഞിട്ടുള്ളത്. ആദ്യമായാണ് അവരെ അവളിപ്പോൾ നേരിട്ട് കാണുന്നത്. ഇതെന്താ എക്സോ എന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്നോ? ഞാൻ അപ്പുറത്തെ വീട്ടില് അമ്മ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ എന്നൊക്കെ ഒരുവിധം തപ്പിത്തടഞ്ഞ് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ജിയൂൻ വേഗം അവളുടെ റൂമിലേക്ക് എത്തിയിരിക്കുന്നു. അവൾക്ക് അവളുടെ ഫേവറേറ്റ് ബോയ് ബാൻഡിലെ അംഗങ്ങൾ അവളുടെ കയ്യെത്തും ദൂരത്ത് താമസിക്കുന്നു എന്ന കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ കുറച്ചധികം നേരം വേണ്ടി വന്നു. അതിനുശേഷം കൈയോടെ അവൾ അവളുടെ ബെസ്റ്റിയെ വിളിച്ച് എക്സോയിലെ ചുള്ളം പയ്യന്മാരെല്ലാരും അവളുടെ വീടിന് അടുത്തുള്ള വീട്ടിൽ താമസിക്കാനായി എത്തിയിരിക്കുന്ന കാര്യം പറഞ്ഞ് ഞെട്ടിക്കുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി ആ ഫ്രണ്ട് നേരെ ജിയോന്റെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ രണ്ടുപേരും ബൈനോക്കുലർ വഴി നമ്മുടെ പയ്യന്മാരെ വായി നോക്കുന്നു. ആ കൂട്ടത്തിൽ ചാനിയോൾ ഒഴിച്ച് ഡൂവും ബേഖ്യൂനും സീഹൂനും സോഫയിൽ ആ സമയം ഇരിക്കുകയായിരുന്നു. അവര് ജനാല വഴി ജിയോൺ നോക്കുന്നത് കാണുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പരസ്പരം റൊമാൻസ് കാണിച്ചൊക്കെ ഇവളെ ഒന്ന് പ്രാങ്ക് ചെയ്യുന്നുണ്ട് അവര്. അവൾ അയ്യേ ഇവര് ഈ ടൈപ്പാണോന്ന് ഓർത്ത് ഇങ്ങനെ ബാക്കിയും കൂടി അറിയാനായി പാപ്പരാസികളെ പോലെ വീണ്ടും ബൈനോക്കുലർ വഴി വായി നോക്കിയിരിക്കുമ്പോൾ ചാനിയോൾ അത് കാണുന്നു. അവൻ അവളെ ആംഗ്യം കാണിച്ച് പേടിപ്പിക്കുന്നുണ്ട്. മുന്നേ ഇവന്റെ മുഖത്തോട്ടാണല്ലോ അവൾ വെള്ളം തുപ്പിയത്. അതുകൊണ്ട് തന്നെ അവൾക്ക് അവനെ കണ്ടപ്പോഴേ പേടിയായി. ജിയൂന് ആ സമയത്ത് വിന്റർ വെക്കേഷൻ ആയതുകൊണ്ട് അവൾക്ക് അമ്മയുടെ നിർബന്ധപ്രകാരം നമ്മുടെ എക്സോ താമസിക്കുന്ന വീട്ടിലേക്ക് ക്ലീനിങ്ങിനായി പോകേണ്ടി വരുന്നു. അവൾ അവിടെ ചെന്ന് അവരുടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കഴുകിയിടുമ്പോൾ 4 മാസ്ക് കാണുന്നു. ഇത് കാണുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ ദിവസം കടയിൽ പോയിട്ട് വരുന്ന സമയം അവൾ കണ്ട ആ 4 അജ്ഞാത രൂപങ്ങൾ മറ്റാരുമല്ല ഇവരാണെന്ന്. അതിനുശേഷം അവൾ അവിടെ ക്ലീനിങ്ങിനായി പോകുന്നു. ആ സമയം കാണുന്ന ഓരോ ചെറിയ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഡൂവിന്റെ ഹാറ്റ് വെച്ച് ഒരു സെൽഫി എടുക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിലെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് ക്ലീൻ ചെയ്യുന്നതിന്റെ ഇടയിൽ അവൾ ഒരു പാറ്റയെ കാണുന്നു. ആ പാറ്റയെ പിടിക്കാനായി അവൾ അതിന്റെ പുറകിനെ ചെന്ന് കയറുന്നത് ചാനിയോളുടെ മുറിയിലാണ്. ആ പാറ്റയാണെങ്കിൽ ഒരു മഹാകുരുത്ത
അന്തം കെട്ട പാറ്റയായിരുന്നു. പിടിയെ കൊടുക്കുന്നില്ല. അതിനെ പിടിക്കാനായി ശ്രമിച്ച് ഒടുക്കം ആ മുറി മുഴുവൻ അലങ്കോലമായത് മിച്ചം. അത് കണ്ടുകൊണ്ട് ചാന്യൂൾ എത്തുന്നു. അവന് ദേഷ്യം വരാതിരിക്കോ? ഓൾറെഡി ഇവളോട് നല്ല കലിപ്പിലിരിക്കല്ലേ. അവൻ അവളോട് ഇറങ്ങിപ്പോവാൻ തന്നെ പറയുന്നു. അങ്ങനെ അവൾ വെളിയിലേക്ക് ഇറങ്ങി വല്ലാതെ സങ്കടപ്പെട്ട് കരയാണ്. ആ സമയം ഡു എത്തി അവളെ ആശ്വസിപ്പിക്കുന്നു. ജിയോന്റെ ചുവന്ന് തുടുത്തിരിക്കുന്ന ആ കവിളിൽ തൊട്ടാണ് ഡു അവളെ ആശ്വസിപ്പിക്കുന്നത്. ഈ സമയം ചാന്യൂൾ ജിയോൻ അവിടെ വെച്ച് എടുക്കാൻ മറന്ന അവളുടെ ഫോണും കൊണ്ട് വരുന്നുണ്ടെങ്കിലും ഇവരിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ അവൻ മാറുമ്പോൾ അവന്റെ മുഖത്ത് ദേഷ്യമല്ല, മറിച്ച് ഇവരിങ്ങനെ ഒന്നിച്ചിരിക്കുന്നതിന്റെ ഒരു ഇഷ്ടക്കേടാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ പിന്നീട് വീട്ടിലെത്തി കഴിഞ്ഞാണ് ജിയോന് അവളുടെ ഫോൺ അവിടെ നിന്ന് എടുത്തില്ലല്ലോ എന്ന കാര്യം ഓർമ്മ വരുന്നത്. ഇതേ സമയം ചാന്യൂൾ അവന്റെ കയ്യിലുള്ള ജിയോന്റെ മൊബൈൽ എടുത്ത് അവളുടെ കൂട്ടുകാരിയുടെ മെസ്സേജ് വന്നത് നോക്കുന്നു. അതിൽ ചാന്യൂളുടെ മുഖത്ത് വെള്ളം തുപ്പിയതൊക്കെ അവള് കൂട്ടുകാരി അറിയിച്ചിട്ടുണ്ടല്ലോ. അതിനിവൻ റിപ്ലൈ മെസ്സേജ് അയക്കാണ്, ഫോൺ എന്റെ കയ്യിലുള്ളത്, അവളോട് വന്ന് ഫോൺ എടുത്തുകൊണ്ട് പോകാൻ പറയാൻ. ഇതറിയുന്ന കൂട്ടുകാരി വേഗം തന്നെ അത് ജിയോനെ അറിയിക്കുന്നു. പക്ഷെ ജിയോന് പോകാൻ പേടി. അവന്മാർ ഉറങ്ങിക്കഴിഞ്ഞു, ഞാൻ പോയി എടുത്തോളാന്ന് അവള് പറയുന്നു. അങ്ങനെ രാത്രി നമ്മുടെ എക്സോ ഉറങ്ങിക്കഴിഞ്ഞു എന്ന് കരുതി അവള് അവിടേക്ക് പമ്മി ഫോൺ എടുക്കാൻ പോകുന്നുണ്ടെങ്കിലും ചാന്യൂൾ അവളെ കൈയോടെ പിടിക്കുന്നു. നീ എന്താ ഇവിടെ ഈ സമയത്ത് അവൻ ചോദിക്കുമ്പോൾ അവള് തപ്പി തടഞ്ഞു നിൽക്കുകയാണ്. അവൻ അവളെ ഫോൺ ഏൽപ്പിച്ചു കഴിഞ്ഞ് ഇനി ഈ സമയത്ത് ഇങ്ങനെ വരരുത്, അത് സേഫ് അല്ല എന്ന് പറഞ്ഞ് അവളെ തിരിച്ചു വിടുന്നു. അന്ന് രാത്രി കഴിഞ്ഞ് അടുത്ത ദിവസവും അവൾ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് ബെഡിൽ തന്നെ കിടക്കാണ്. അവളെ ചിന്തിക്കുന്നത് മുഴുവൻ ഡു കവിളിൽ തൊട്ടതിനെ കുറിച്ചും ചാന്യൂൾ മൊബൈൽ കൊടുത്തതിനെ കുറിച്ചും ഒക്കെയാണ്. ഇപ്പുറത്ത് നമ്മുടെ എക്സോയുടെ വീട്ടിൽ ഇതുവരെ ക്ലീൻ ചെയ്യാനായി ജിയോൻ വരാത്തത് കൊണ്ട് നീ ആ പെണ്ണിനെ വായി വരുന്ന ഓരോന്നും കാണുമ്പോൾ പറയുന്നത് കൊണ്ടാണ് അവളിത് ക്ലീൻ ചെയ്യാൻ വരാത്തതെന്ന് ബാക്കിയുള്ളവർ പറയുമ്പോൾ ചാന്യൂളിനും അയ്യോ ഇനി താൻ കുറച്ച് ഓവറായോ എന്നൊരു ഫീൽ ഉണ്ടാവുന്നു. പക്ഷെ ഇവർ കരുതിയതുപോലെയല്ല. നമ്മുടെ ജിയോന് ഇവിടെ വരാതിരിക്കാൻ സാധിക്കില്ല. അവളുടെ ഫേവറേറ്റ് ആളുകളല്ലേ ഇവര്. അതുകൊണ്ട് തന്നെ അവൾ ഇവിടേക്ക് വരുന്നു. ആ സമയത്ത് അവൾ നിൽക്കുന്ന മുറിയിലേക്ക് ചാന്യൂൾ വരാണ്. അവനെ കണ്ടപാടെ ഇവൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കുമ്പോൾ അവൻ അവളെ കയ്യിൽ പിടിച്ചു നിർത്തി നിന്നോട് ഞാൻ ദേഷ്യപ്പെട്ട് എടുത്തടിച്ച് സംസാരിച്ചതിന് സോറി എന്ന് പറയുന്നു. അവൾക്ക് അവളുടെ കാതുകളെ വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരാളാണ് അവളോട് ഇപ്പോൾ സോറി ചോദിച്ചിരിക്കുന്നത്. ആ സമയം ജിയോൻ ഞാനും ചെയ്തതിനൊക്കെ സോറി, ദേഹത്ത് വെള്ളം അറിയാതെ തുപ്പിയതിനും സാധനങ്ങളിലൊക്കെ തൊട്ടതിനും എല്ലാത്തിനും സോറി എന്ന് അവൾ പറയുന്നു. കൂടാതെ എനിക്കൊരു പേരുണ്ടെന്ന് അവൾ പറയുമ്പോൾ എനിക്ക് ആ പേരറിയാമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന അവൾ വളരെ സർപ്രൈസ്ഡ് ആകുന്നു. എങ്ങനെ ഇവൻ അവളുടെ പേരറിയാമെന്ന്. ഞാൻ നിന്നെ എന്തെങ്കിലും നിന്റെ പേരായിട്ട് വിളിച്ചാൽ നിനക്ക് ഫീൽ ആകുമോ എന്ന് അവൻ ചോദിക്കുകയാണ് ആ സമയം. അപ്പോൾ അവള് തന്റെ പേരറിയാമെന്ന് ഇവൻ വെറുതെ പറഞ്ഞതാണെന്ന് കരുതി ഇല്ല, എന്ത് വെള്ളം വിളിച്ചോ, പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുന്നു. എന്തായാലും നിന്നെ ഒന്ന് ഇന്റർവ്യൂ ചെയ്ത് ജോലിയിൽ എടുക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാൻ പോവാണ്, അതിന് റെഡി ആയിക്കോ എന്ന് ചാന്യൂൾ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ജിയൂൻ കുറച്ച് നെർവസ് ആവുന്നുണ്ട്. എങ്കിലും എക്സോ ഒക്കെ തന്നെ ഇന്റർവ്യൂ എടുക്കാൻ മാത്രം താൻ എത്ര ലക്കിയാണെന്ന് അവൾ ചിന്തിക്കുകയും ചെയ്യുന്നു. അവർ ഇന്റർവ്യൂ എടുക്കുന്നു. ഇവളുടെ ഡീറ്റെയിൽസും പറയുന്നു. അങ്ങനെ ഇവളെ ജോലിക്ക് നിയമിക്കാൻ തയ്യാറാണെന്ന് പറയുന്നവർ ചില നിബന്ധനകൾ പറയാണ്. അതായത് ഇവരുടെ പിക്ചേഴ്സോ വീഡിയോസോ എടുക്കാൻ പാടില്ല. ക്ലോത്തുകൾ, ഇവരുടെ സാധനങ്ങളെല്ലാം വൃത്തിയായി സൂക്ഷിക്കുകയും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയും ചെയ്യണം. ഇവരുടെ ഷെഡ്യൂളിനനുസരിച്ച് വർക്ക് ചെയ്യണം. അങ്ങനെ ചില കാര്യങ്ങൾ. കൂടാതെ കൂട്ടുകാരി എക്സോയുടെ ഓരോ കാര്യങ്ങളൊക്കെ അവിടെ ജോലിക്ക് പോകുന്ന ഇവളോട് ചോദിച്ചറിയാൻ നോക്കുമ്പോൾ എനിക്കൊന്നും പറയാൻ സാധിക്കില്ല, എല്ലാം കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കണമെന്ന എഗ്രിമെന്റ് ഞാൻ അവരുമായി സൈൻ ചെയ്തു പോയെന്ന് അവൾ പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ജിയോൻ ഗ്രോസറി സാധനങ്ങൾ വാങ്ങി വരുന്ന സമയം മുന്നേ ഇവൾ പ്രപ്പോസ് ചെയ്തപ്പോൾ റിജക്ട് ചെയ്തിട്ട് പോയ ആ പയ്യനില്ലേ ചോ, അവനെത്തുന്നു. അവൻ മാൻഡേറ്ററി മിലിറ്ററി സർവീസ് കഴിഞ്ഞ് വരുന്ന വഴിയാണ്. ഇവളെ കണ്ടപാടെ അവൻ സംസാരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇവൻ അന്ന് റിജക്ട് ചെയ്തതിന്റെ ഷോക്കിൽ മുഖമൊക്കെ ചുമക്കുന്ന ഒരു ഫിസിക്കൽ കണ്ടീഷനുള്ള ജിയോൻ അവനെ നോക്കാൻ സാധിക്കാതെ മുഖമൊക്കെ ചുവന്ന് തല കുനിഞ്ഞു നിൽക്കാണ്. ഞാൻ സംസാരിച്ചിട്ടും നീ എന്താ മുഖത്തേക്ക് നോക്കാത്തതെന്ന് അവൻ ചോദിക്കുമ്പോൾ ഇവക്ക് പെട്ടെന്ന് സങ്കടം വരുന്നു. ഇവള് കരയാനായി തുടങ്ങുമ്പോഴാണ് ചോയുടെ അടുത്തേക്ക് നമ്മുടെ എക്സോ എത്തി എന്താ ഇവളെ കരയിക്കുന്നതെന്ന് ചോദിക്കുന്നു. അവന്മാര് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ചോദിക്കുന്നത് കൊണ്ട് തന്നെ ചോ പേടിച്ച് അവിടെ നിന്ന് ഓടുന്നു. പിന്നീട് താമസ സ്ഥലത്തേക്ക് തിരിച്ചെത്തി ജിയോൻ ക്ലീനിങ് ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളോട് ആരാ പയ്യനെന്ന് ഇവര് ചോദിക്കുന്നുണ്ട്. ആ സമയം അവൻ എന്റെ ക്രഷ് ആയിരുന്നു എന്ന് അവള് പറയുമ്പോൾ അത് കേൾക്കുന്ന ചാന്യൂളിന്റെ മുഖത്തൊരു ഭാവവ്യത്യാസം. അങ്ങനെ പിന്നീട് ഇവർക്ക് ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്. ആ ഫോട്ടോഷൂട്ടിന്റെ ഇടയിൽ ജിയൂൻ ചാന്യൂളിന് എന്തോന്ന് കൊടുക്കാനായി വരുമ്പോൾ ചാന്യൂൾ ഒഴിച്ച് ബാക്കി മെമ്പേഴ്സ് എല്ലാം അവളോട് സംസാരിക്കുന്നു. അവൻ ബിസി ആയതുകൊണ്ട് അവന് സംസാരിക്കാൻ സാധിച്ചില്ല. പക്ഷെ ഇവരൊക്കെ അവളോട് സംസാരിക്കുന്നത് കാണുമ്പോൾ അവന് വല്ലാത്ത കുശുമ്പ്. അതുകൊണ്ട് തന്നെ മറ്റാരുമില്ലാതെ അവളോട് കുറച്ചു നേരം സംസാരിക്കാനായി അവൻ വേഗം പോയി കുറച്ച് ഹോട്ട് സൂപ്പ് റെഡിയാക്ക്, ഞാൻ വരുമ്പോൾ എനിക്ക് വേണമെന്ന് പറയുന്നു. അങ്ങനെ തിരക്കൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് അവൻ സൂപ്പ്
കുടിക്കാനായി പോകുമ്പോൾ അവൾ ഓൾറെഡി സൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് ഡൂവിനോട് സംസാരിച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇവൻ അതും ഇഷ്ടപ്പെടുന്നില്ല. അവൻ നേരെ വെളിയിലേക്ക് ഇറങ്ങിച്ചെന്ന് മരത്തിന്റെ ചുവട്ടിൽ കുഴിയെടുക്കാൻ തുടങ്ങുന്നു. സത്യം പറഞ്ഞാൽ കണ്ട കുഴിയെടുക്കുന്ന പോലെയല്ല, കുഴിച്ചിട്ടെന്തോ അന്വേഷിക്കുന്ന പോലെയാണ് തോന്നുന്നത്. എന്തായാലും ആ ഒരു സാധനം തപ്പി ഒരുപാട് കുഴിയെടുത്ത് ആകെ ടയേർഡായി ചാനുവലിന് അസുഖം പിടിക്കുന്നു. ആ സമയത്ത് ജിയോനാണ് അവനെ വളരെ കെയറോടെ പരിചരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ ഇവളോട് ഡൂവിന് പ്രണയം തോന്നി തുടങ്ങുന്നു. അവൻ ആ കാര്യം അവളോട് പറയുന്നുമുണ്ട്. ഇവൾ അത് കേട്ട് അന്തം വിട്ടിരിക്കുമ്പോഴാണ് ചാനുവൽ എത്തുന്നത്. ചാനുവലിനെ കണ്ടപാടെ സംസാരം ഡൂ നിർത്തുന്നു. പക്ഷെ ഇവരുടെ ഇരിപ്പ് കണ്ടിട്ട് എന്തായിരിക്കും സംസാരിച്ചത് എന്ന് മനസ്സിലാക്കുന്ന ചാനുവൽ, നീ വീട്ടുജോലിക്കാരിയാ അല്ലാതെ വീട്ടുകാരിയല്ല, ആ ഓർമ്മ വേണം, ജോലി കഴിഞ്ഞെങ്കിൽ പോ എന്ന് പറഞ്ഞവളെ അവിടെ നിന്ന് വിടുന്നു. ഇവള് തിരിച്ച് റൂമിലേക്ക് എത്തിയിട്ട് ഡൂ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. ആ സമയത്താണ് കുട്ടിക്കാലം മുതലേ ഇവള് സങ്കടപ്പെട്ടിരിക്കുമ്പോഴെല്ലാം ആശ്വസിപ്പിക്കാനായി എത്തിയിരുന്ന ഒരു ചെറിയ പയ്യന്റെ ഓർമ്മ അവൾക്ക് വരുന്നത്. ഇതേപോലെ തന്നെ ചാനുവലും അവന്റെ ബാല്യകാല സഖിയെ ഓർക്കുന്നു. ഇപ്പൊ തന്നെ ചെറിയൊരു കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ലേ? എന്തായാലും പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം അവരുടെ വീട്ടിലേക്ക് ജോലിക്കായി ചെല്ലുന്ന ജിയോൻ അവിടെ ഇവള് പണ്ട് തൊട്ടേ വരാറുള്ളപ്പോൾ ഇവളുടെ കളിക്കൂട്ടുകാരന്റെ കൂടെ കയറി കളിക്കാറുള്ള ഒരു രഹസ്യ അറയിലേക്ക് പോകുന്നു. അവൾ അവിടെ എത്തിക്കഴിഞ്ഞ് അതേ സ്ഥലത്തേക്ക് ചാനുവലും വരികയാണ്. അവന്റെ കണ്ണിൽ പെടാതിരിക്കാൻ ഇവള് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ കണ്ടുപിടിക്കുന്നു. തുടർന്ന് ഇവർക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇവര് അകത്ത് ലോക്കായി പോവാണ്. അകത്തുനിന്ന് കിടന്ന് കൂകി വിളിച്ചിട്ടും വെളിയിലുള്ള ആരും വിളി കേൾക്കുന്നില്ല. ഡൂ ആണെങ്കിൽ വീട്ടിലില്ല, മറ്റു രണ്ടുപേര് തകർത്ത് വീഡിയോ ഗെയിം കളിയായിരുന്നു. അങ്ങനെ അകത്ത് പെട്ടുപോയ ഇവർ തണുപ്പ് സഹിക്കാൻ വയ്യാതെ ഒരു പുതപ്പ് പുതച്ചിരിക്കുന്നു. അങ്ങനെ ഏറെ നേരം കഴിയുന്നു. ജിയോൻ വീട്ടിലില്ലാത്തത് കൊണ്ട് അമ്മ സഹോദരനോട് അവളെ തിരക്കി പോകാനായി പറയുന്നു. ഇതേ സമയം മറ്റു 3 പേർക്കും ചാനുവലിനെ കാണാനില്ല എന്ന് മനസ്സിലാവുന്നു. പക്ഷെ എവിടെ പോയെന്ന് അറിയില്ല. അവരും തിരക്കുന്നു. അകത്തിരുന്ന് ജീവൻ ചാനുവലിന്റെ ദേഹത്ത് ചാരി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഉണരുന്ന അവൾ, നിങ്ങൾക്ക് എങ്ങനെ ഈ രഹസ്യം അറിയാമെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ, ഇതെന്റെ മുത്തച്ഛന്റെ വീടാണ്, അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ഓരോ മുക്കും മൂലയും അറിയാമെന്ന് പറയുന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവളുടെ ബാല്യകാല സുഹൃത്തും ഇടയ്ക്ക് വെച്ച് ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ ഇവിടെ നിന്ന് പോയതുമായ ആ ചെറിയ പയ്യൻ ചാനുവലാണെന്ന്. അവൾക്ക് ഒരുപാട് സന്തോഷമാകുന്നു. ഇതേ സമയം വീട്ടിലേക്ക് ജീവനെ അന്വേഷിച്ചെത്തിയ അവളുടെ സഹോദരന്റെ കൈ തട്ടി ആ ഒരു രഹസ്യ അറയുടെ ലോ കഴിയുന്നു. ജീവനാണെങ്കിൽ അവളുടെ കളിക്കൂട്ടുകാരനെ കണ്ടെത്തിയതിൽ വളരെ ഹാപ്പിയാണ്. പിന്നീട് ഇവര് വളരെ ക്ലോസ് ആയി പണ്ടത്തെ കൂട്ടുകാരെ പോലെ പെരുമാറുന്നതൊക്കെ ഡൂ കുശുമ്പോടെ നോക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, നീ ഇനി ഇവിടെ വന്നിങ്ങനെ വേലക്കാരിയെ പോലെ ജോലി ചെയ്യേണ്ട എന്ന് ചാനുവൽ ജീവനോട് പറയുന്നു. കൂടാതെ ഇവരും പ്രത്യേകിച്ച് മുന്നറിയിപ്പൊന്നും കൊടുക്കാതെ ഒരു ദിവസം വണ്ടിയിൽ എന്തോ പ്രോഗ്രാമിനോ മറ്റോ അവിടെ നിന്ന് പുറപ്പെടുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇവര് താമസിച്ചിരുന്ന വീട്ടിലേക്ക് ജീവൻ വന്ന് നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല, എല്ലാം കാലിയാക്കിയിട്ടുണ്ടായിരുന്നു. അവരിവിടെ നിന്ന് താമസം മാറി പോയെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. പക്ഷെ ഒരു വാക്കുപോലും തന്നോട് പറയാതെ പോയതിൽ അവൾക്ക് നല്ല സങ്കടമുണ്ട്. ആ സമയത്താണ് ഇവൾക്ക് വേണ്ടിയുള്ള ഒരു ചെയിനും ചാനുവൽ ഓഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നത് അവൾ കേൾക്കുന്നത്. അത് കേൾക്കുന്ന അവൾ വളരെ ഹാപ്പി ആവുന്നു. അവൻ എത്രത്തോളം തന്നെ ഇഷ്ടപ്പെട്ടിരുന്നുവെന്നും വലിയൊരു K-pop സിംഗറായി മാറിയിട്ടും കുട്ടിക്കാലത്ത് തന്നോട് കാണിച്ച അതേ അഫെക്ഷൻ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നതും ഒക്കെ മനസ്സിലാവുന്നത്. എങ്കിലും അവൾ അവനെ വല്ലാതെ മിസ് ചെയ്തു. അങ്ങനെ ഇരിക്കെ അപ്രതീക്ഷിതമായി ഇവരെല്ലാം വീണ്ടും അവളെ കാണാനായി വരുന്നു. വീണ്ടും തന്റെ ഫേവറേറ്റ് എക്സോ ബാൻഡിനെ കണ്ടതും ആ കൂട്ടത്തിൽ താൻ ഒരുപാട് നാള് തന്റെ കൂട്ടുകാരനായിരുന്നു ഇതെന്നറിയാതെ മനസ്സിൽ കൊണ്ടു നടന്ന ചാനുവലിനെ വീണ്ടും കാണുന്നതും ജീവൻ വളരെ ഹാപ്പി ആകുന്നു. ജീവനും ചാനുവലും പരസ്പരം നോക്കി വളരെ സ്നേഹത്തോടെ ചിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്.